എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഒരു ദുഃഖകരമായ വാർത്തയെ ബേസ് ചെയ്താണ്. പിറവം സ്വദേശിയായ അഡ്വക്കേറ്റ് PG മനു, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ചാണ്. 55 വയസ്സ് പ്രായമുള്ള ഇദ്ദേഹം വളരെ വേഗമാണ് പ്രസക്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം നല്ല രീതിയിൽ ഉപയോഗിച്ച് ഒത്തിരി കേസുകളൊക്കെ നടത്തുകയും ഇതേ ലെവലിൽ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അദ്ദേഹം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മജിസ്ട്രേറ്റ് ജഡ്ജസ് ആകേണ്ട നിലയിലെത്തേണ്ട വ്യക്തിയായിരുന്നു. അവസാനം കേവലം 3 മുഴം കയറിന് ജീവനെ അവസാനിപ്പിക്കേണ്ടി വന്നു. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്കിന്ന് അറിയാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ 1-2 സ്ത്രീ പീഡന കേസുകളുണ്ടായി. അതിൻ്റെ അവസാനം ഉള്ളൊരു കേസ് ആ കുടുംബത്തിനോട് മാപ്പ് പറയാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹോദരിയും ആ വീട്ടിലെത്തുകയും അവർ മാപ്പ് അപേക്ഷിച്ചു. ഭർത്താവ് ചെയ്ത തെറ്റ് ക്ഷമിക്കണം, സഹോദരൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണമെന്ന് പരസ്പരം ഇദ്ദേഹം മിസ്റ്റർ മനു ഉപദ്രവിച്ച സ്ത്രീയോടും ആ സ്ത്രീയുടെ ഭർത്താവിനോടും മാപ്പ് ചോദിച്ചെങ്കിലും അതിൻ്റെ അവസാനം എന്താണെന്ന് അറിയാൻ സാധിച്ചത് ഈ മനു ആത്മഹത്യ ചെയ്തു. അവസാനം അതിലെത്തി. ഒരിക്കലും അങ്ങനെയുള്ളൊരു രീതിയിൽ ആരും തന്നെ എത്തരുതായിരുന്നു. പ്രധാനമായി കൂടുതൽ പബ്ലിക് ഇടപെടുന്ന ചില മേഖലകളുണ്ട്. അതിലൊന്ന് അഭിഭാഷകർ, മറ്റൊന്ന് പോലീസ് സേന, മറ്റൊന്ന് മെഡിക്കൽ വിഭാഗം, ഇനിയൊന്ന് സാമ്പത്തിക വിഭാഗം, അതായത് ബാങ്കിങ്. ഇവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാം പബ്ലിക്കുമായി വളരെ കോണ്ടാക്ട്സ് ഉള്ളവരാണ്. ഇപ്പോൾ എന്തെങ്കിലും കേസും പരാതികളുമായി ആയിരിക്കും ഒരു അഡ്വക്കേറ്റിനെ ആരെങ്കിലും സമീപിക്കുക. അത് സ്ത്രീകളാണെങ്കിൽ ഈ സ്ത്രീകളുടെ ഒരു പരിഗണന വെച്ച് കൂടുതലും ലോയേഴ്സ് അവരെ സഹായിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ലോൺ ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായി ബാങ്ക് മാനേജറെ സമീപിച്ചാൽ അവർക്ക് കൂടുതൽ ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സമയം കിട്ടുന്നു. ഇതുപോലെ പല മേഖലകളിലും ഇവർക്കൊരു ഫ്രീക്വൻറ്റ് കോണ്ടാക്ട്സ് ഉള്ളുമ്പോൾ ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടും. ഒരു ചെറിയൊരു ഇൻറ്റിമേസി ആരിലും സ്വാഭാവികമായി ഉണ്ടായിപ്പോകും. പക്ഷേ ഒരു ബേസിക് പ്രൊഫഷണൽ എത്തിക്സ് ഉള്ളവർ അതെല്ലാം സൂക്ഷിച്ചായിരിക്കും ഓരോ ഇടപാടുകളും നടത്തുക. ഈ മനു സ്ത്രീകളെ മിസ്യൂസ് ചെയ്തതായിട്ട് ഒരു കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരിക്കുന്നു. അവസാനം ഉണ്ടായ കംപ്ലൈൻറ്റ്സ് ആയിരുന്നു അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം അധ്വാനം കൊണ്ട് ഇതുകൊണ്ട് വളരെ വേഗം, പ്രതീക്ഷിക്കുന്നതിലും വേഗം ഒരു പ്രസക്തിയിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവർ കരുതുന്നത് എന്തും സ്വന്തമാക്കാമെന്നുള്ളൊരു ഹുങ്ക് ഇവരിൽ ഉണ്ടാകുന്നു. ഇവരുടെ മനസ്സിൽ അവർക്കെന്തുമാകാം, ഏതുമാകാം. ഇപ്പോൾ ഒരു സ്ത്രീയെ ഉപയോഗിച്ചാൽ തന്നെയും അവർക്ക്
അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും, അവരെ ഉപയോഗിക്കാനും സാധിക്കും, അവരെ ഉപദ്രവിക്കാനും സാധിക്കും, ഇവരെ ഭീഷണിപ്പെടുത്താനും എന്തെങ്കിലും പല രീതികളിൽ പറഞ്ഞ് ചെയ്യാത്ത തെറ്റും തെറ്റുള്ളതുപോലെ കാണിച്ച് അത് ഞാനത് അതിൽ അത്ര ഡീറ്റെയിൽസ് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് എങ്കിൽ തന്നെയും മനുവിനെ പോലുള്ള ആരെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ഈ മനുവിനുണ്ടായ ആ ഒരു ഗതികേട് നിങ്ങളിലും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു സ്ത്രീ നിങ്ങൾ അപ്രോച്ച് ചെയ്ത, പ്രത്യേകിച്ച് അഭിഭാഷകരോട് പറയാനുള്ളത്, നിങ്ങളിലേക്ക് ഏതെങ്കിലും സ്ത്രീ എന്തെങ്കിലും പരാതികളുമായി വന്നാൽ അവരെ ജെൻറ്റിലായി ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പക്ഷേ അവർ സുന്ദരികളായിരിക്കാം, നിങ്ങൾക്ക് അവരിൽ എന്തെങ്കിലും ഒരു മോഹമുണ്ടായാൽ തന്നെയും അത് നിങ്ങളെന്തും അത് സാധൂകരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണലിസം തകർത്തുകൊണ്ടായിരിക്കരുത്. അത് നിങ്ങൾക്ക് എന്തായാലും ദോഷം ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ഈ മനുവിന് സംഭവിച്ചത്. ഇനിയും ആരിലും അത് സംഭവിക്കാതിരിക്കട്ടെ. ഒത്തിരി കേസുകളുണ്ട് ഇങ്ങനെ. അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പല ഓഫീസേഴ്സും ജീവൻ വെടിഞ്ഞ കേസുകളുണ്ട്, ജീവൻ അവസാനിപ്പിച്ച കേസുകളുണ്ട്. ഞാൻ അത്ര അതിലോട്ട് ഡീറ്റെയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ എങ്കിലും ഞാനൊന്ന് പറയുന്നു, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് നമ്മൾ പടിപടിയായി ഉയർന്നു വരുമ്പോൾ നമ്മൾക്കൊരു 55 വയസ്സൊക്കെയുമ്പോൾ നമുക്ക് വളരെ മെച്യൂരിറ്റി കിട്ടേണ്ട സമയമാണ്. ഇനിയും പോകെ അതിന് മെച്യൂരിറ്റി കൂടിയാൽ നമ്മുടെ പ്രൊഫഷണലിസത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതേതാണ്ട് ഒരു മിഡിൽ സ്റ്റേജ് ആയപ്പോൾ തന്നെ മനുവിൻ്റെ എഫിഷ്യൻസി എല്ലാം തകർത്ത് കളഞ്ഞു. ഇനി ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, മനുവിൻ്റെ ജീവൻ അവസാനിപ്പിച്ചു. ബട്ട് ആ പാവം പിടിച്ച ഭാര്യയും ആ സഹോദരിയും അനുഭവിച്ച വേദനകൾ മറ്റുള്ള ഒരു സ്ത്രീയുടെ മുന്നിൽ പോയി മാപ്പപേക്ഷിച്ച് തൻ്റെ ഭർത്താവിന് മാപ്പ് കൊടുക്കണേ, സഹോദരന് മാപ്പ് കൊടുക്കണേ എന്ന് അപേക്ഷിച്ചപ്പോഴും അതിന് ഫലം കിട്ടിയില്ല. ഫലം മനു സ്വയം ആത്മഹത്യ ചെയ്തു. ഇനി ഇവരുടെ ശിഷ്ടകാലം അവർക്കെന്നും ആ വേദനയുണ്ടാകും. അവർക്കാർക്കെന്ത് സാന്ത്വനം ചെയ്യാൻ പറ്റും? ആകെ ചെയ്യാമെന്നുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് എല്ലാം മറന്നു അവരുടെ മനസ്സ് സ്വസ്ഥമായി ജീവിക്കട്ടെ, കുഞ്ഞുങ്ങളുമായി അവർ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ന്യൂസ്, ഇങ്ങനെയുള്ള ദുഃഖകരമായ വാർത്തകൾ നമ്മുടെ സമൂഹത്തിനുണ്ടാകാതിരിക്കട്ടെ. മോശമായ ഒരു ശൈലി നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വരാതിരിക്കട്ടെ. ഓരോരുത്തർക്കും ഒരു പക്ഷേ വീക്ക്നെസ് കണ്ടേക്കാം, സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും. പക്ഷെ അതൊരിക്കലും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ എത്തിക്സിനോ നമ്മുടെ ഒന്നിനും കളങ്കം വരുത്തുന്ന രീതിയിൽ അത് ഉപയോഗിക്കരുത്. ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സെക്സ്വൽ കൂടുതൽ ആഗ്രഹിക്കുന്നവർ കണ്ടേക്കാം. അത് കാണുമ്പോൾ ജെൻറ്റിൽമാൻ എന്താ, പക്ഷേ ഇൻസൈഡ് അങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറം രാജ്യങ്ങളിൽ എവിടേക്ക് പോയും നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, കുറച്ച് റിലാക്സ് ചെയ്യാം. പക്ഷെ അത് സ്വന്തം നാട്ടിലും നമ്മുടെ പ്രൊഫഷനിലും അതിനെ ആഡ് ഓൺ ചെയ്യരുത്. അത് വളരെ മോശമാണ്. കാരണം നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അത് വളരെ മോശമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സന്ദേശം കൊടുക്കും. സോ എല്ലാവർക്കും നമുക്ക് ഒന്ന് പറയാനുള്ളത്, മനു ചെയ്തത് തെറ്റാണ്. ചെയ്ത തെറ്റിന് അദ്ദേഹം സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി. അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ല, ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്.
ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനൊരു ജീവിതം അവസാനിപ്പിക്കേണ്ടിയില്ലായിരുന്നു. ആർക്കും ഈ ഗതികേടിനി ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ട ശക്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.